കൃഷ്ണഗാഥ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൃഷ്ണ സിതാരയോട് ഫോണിലൂടെ സംസാരിക്കുകയാണ്. സിതാര മാഡം, ഞാൻ പറയുന്നത് കേൾക്ക്. ഗാഥയെ എങ്ങനെയെങ്കിലും തിരികെ എത്തിക്കാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മോളിക്കുട്ടിയോടും ഗാഥയോടും എങ്ങനെയെങ്കിലും ടൗൺ വിടാതെ ഇവിടെ തന്നെ നിൽക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ ഞാൻ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു കിടക്കും. എന്നിട്ട് ഗാഥയെ മാഡത്തിന് തന്ന വാക്കനുസരിച്ച് കളരിക്കൽ തിരിച്ചെത്തിക്കുകയും ചെയ്യും. കൃഷ്ണ, ഇത്ര നേരം ഞാൻ കാത്തിരുന്നത് നീ പറഞ്ഞ ഒറ്റ വാക്കിൻ്റെ ബലത്തിലാണ്. പക്ഷേ നേരെ ഇരുട്ടി തുടങ്ങി. എൻ്റെ മോളെ അവിടെ ആ ശ്രീനിവാസിനൊപ്പം സേഫ് ആയിരിക്കും എന്നുള്ള വിശ്വാസത്തിൽ എനിക്കിനി ഇരിക്കാൻ പറ്റില്ല. അല്ല, ആ മോളിക്കുട്ടി ഗാഥയോടൊപ്പം തന്നെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അതെ. അങ്ങനെയാണെങ്കിൽ നീ മോളിക്കുട്ടിയുടെ നമ്പർ എനിക്ക് അയച്ചതാ. ഞാൻ അതിലേക്ക് അവരെ വിളിക്കാം. ശരി മാഡം, ഞാൻ അയച്ചു തരാം. മാഡം ധൈര്യമായിട്ടിരുന്നോളൂ. ഗാഥയെ ഞാൻ കളരിക്കൽ ഇന്ന് തന്നെ എത്തിച്ചിരിക്കും. അങ്ങനെ പറഞ്ഞ കൃഷ്ണ ഫോൺ കട്ട് ചെയ്യുവാണ് കേട്ടോ. ഇതേസമയം ഗാഥയും മോളിക്കുട്ടിയും കൂടി കാറിൻ്റെ പുറത്ത് ശ്രീനിവാസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരിക്കും. അന്നേരം ഗാഥയാണെങ്കിൽ കുറച്ച് സന്തോഷത്തിലും ചിരിച്ചൊക്കെയാണ് കേട്ടോ നിൽക്കുന്നത്. ഈ സമയം മോളിക്കുട്ടി പറയണേ, അനിയൻ സാറിൻ്റെ ഒപ്പം നടന്ന് ഇവൾ അതുവധികം ഇഷ്ടപ്പെട്ടു എന്നാണ് തോന്നുന്നത്. മുഖത്തിപ്പോൾ ചെറിയ ചിരിയൊക്കെ ഉണ്ട്. ഒന്നുമില്ലെങ്കിലും അച്ഛനല്ലേ എന്നൊക്കെ പറഞ്ഞ് മോളിക്കുട്ടി ആലോചിച്ച് നിൽക്കുക. ഈ സമയം ശ്രീനിവാസ് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് അങ്ങോട്ടേക്ക് വരുവാണ്. എന്നിട്ട് അത് ഗാഥയ്ക്ക് കൊടുക്കുവാണ് കേട്ടോ. ഗാഥ അത് സന്തോഷത്തോടെ വാങ്ങി കഴിക്കുവാണ്. ഈ സമയം ശ്രീനിവാസ് പറയുന്നുണ്ട്, ഇന്നത്തെ ദിവസം എന്തൊക്കെ പറഞ്ഞാലും നല്ല ദിവസമായിരുന്നു അല്ലേ മോളെ? കുറേ സ്ഥലത്ത് കറങ്ങാൻ പറ്റി. മനസ്സിന് വല്ലാത്തൊരു സന്തോഷമുണ്ട്. ഇനി എന്താണെങ്കിലും നമുക്ക് തിരിച്ചു പോകാമല്ലേ? നേരെ ഇരുട്ടി തുടങ്ങിയില്ലേ? അന്നേരം കഥ പറയണേ, അതെ, നമ്മൾ നേരത്തെ ഒരു ക്ഷേത്രത്തിൽ പോയില്ലേ, കൃഷ്ണക്ഷേത്രം. അവിടെ പോയപ്പോഴേ ഇവിടെ അടുത്തുള്ളൊരു ക്ഷേത്രത്തിൽ രാത്രി വിശേഷാൽ പൂജയും വഴിപാടുകളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളത്തെ അവിടുത്തെ വിഷുക്കണിയും കൂടി കണ്ടിട്ട് പോയാൽ പോരെ? അവിടുത്തെ വിഷുക്കണിനെ കുറിച്ചായിരുന്നു അവരെല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. അന്നേരം ശ്രീനിവാസ് അത് കേട്ടിട്ട് പറയണേ, മോള് പറഞ്ഞ അമ്പലത്തെക്കുറിച്ച് ഞാനും കേട്ടിട്ടുണ്ട്. അവിടുത്തെ വിഷുക്കണി എല്ലാവരും ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷുക്കണി തന്നെയാണ്. നമുക്ക് മനം നിറഞ്ഞ് കാണാൻ പറ്റുന്നൊരു കാഴ്ച തന്നെയാണത്. പക്ഷേ അതിനിപ്പോൾ കുറേ സമയം കൂടി ബാക്കിയില്ലേ? എന്താണെങ്കിലും മോളൊരാഗ്രഹം പറഞ്ഞല്ലേ, നമുക്കെന്താണെങ്കിലും അങ്ങനെ തന്നെ ആക്കിക്കളയാം അല്ലേ? പിന്നെ അല്ലാതെ മോളിക്കുട്ടി പറഞ്ഞാൽ പിന്നെ എന്താ? നമുക്കെന്താണെങ്കിലും കുറച്ച് നേരം കൂടി ഇവിടെ എവിടെയെങ്കിലും ചുറ്റി നടക്കാം. അതിനുശേഷം നമുക്ക് ഏതെങ്കിലും ഒരു റിസോർട്ട് എടുത്തിട്ട് അവിടെ റൂം എടുത്ത് തങ്ങാം. കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാം. എന്നിട്ട് വെളുപ്പിനാകുമ്പോൾ തന്നെ നമുക്ക് അമ്പലത്തിലേക്ക് പോകാം. അത് മതി. എന്നാൽ ശരി, കാഴ്ച കഴിഞ്ഞ് നിങ്ങൾ വണ്ടി കയറ്. അങ്ങനെ പറഞ്ഞ ശ്രീനിവാസ് വണ്ടിയിലേക്ക് പോകുവാണ്. ഈ സമയം കഥ പറയണേ, അതെ, വെളുക്കെന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തിയിട്ടുണ്ട്. അവളോട് എങ്ങനെയെങ്കിലും ആ ക്ഷേത്രത്തിൻ്റെ പരിസരത്തേക്ക് വരാൻ പറയണം. അവിടെ വെച്ചാകുമ്പോൾ സംശയമൊന്നും തോന്നാതെ അവളെ കൂട്ടിക്കൊണ്ട് അയാളങ്ങ് പൊക്കോളും. പിന്നെ ആ ലോഡ്ജിലെത്തി കഴിയുമ്പോൾ എനിക്ക് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കണം. വല്ലാത്ത ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ട്. എനിക്ക് നല്ലപോലെ കുറച്ച് നേരം ഒന്ന് ഉറങ്ങണം. അങ്ങനെ പറഞ്ഞ് ഗാഥ വണ്ടി കയറിയിരിക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് നവീൻ്റെ റൂമിലിരിക്കുന്നതാണ് കേട്ടോ. കയ്യിൽ മുല്ലപ്പൂവൊക്കെ ചുറ്റി ഗാഥ റൂമിലേക്ക് വരുന്നതും കാത്തും ആദ്യരാത്രി ആഘോഷിക്കാൻ തയ്യാറായിരിക്കുവാണ് നവീൻ. ഈ സമയത്ത് ഈ കാഴ്ച കൊണ്ട് മാണിക്കുഞ്ഞ് അങ്ങോട്ടേക്ക് വരിക്കും. കള്ളന് സാറ് മനസ്സിലെന്താന്നൊക്കെ എനിക്ക് മനസ്സിലായി, ഇപ്പം ശരിയാക്കി തരാം എന്നും പറഞ്ഞ് മാണിക്കുഞ്ഞ് അങ്ങോട്ടേക്ക് ചെല്ലുവാം. എൻ്റെ സാറേ ഈ ലോകത്തൊന്നുമല്ലേ, എന്താ ആലോചിച്ചിരിക്കുന്നത്? അന്നേരം പെട്ടെന്ന് തന്നെ നവീൻ എഴുന്നേറ്റ് കയ്യിൽ മുല്ലപ്പൂവൊക്കെ മാറ്റിയിട്ട് മാണിക്കുഞ്ഞിൻ്റെ അടിയിലേക്ക് വരുവാം. എന്താടോ സാർ, എന്തായിരുന്നു ഇത്ര നേരം ആ മുല്ലപ്പൂവൊക്കെ പിടിച്ച് ആലോചിച്ചിരുന്നതെന്ന്? കൊച്ചു കള്ളൻ, മുഖം കണ്ടപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി. മാണിക്കുഞ്ഞ്, താണെന്ന് പോയേ? ഞാൻ ഇങ്ങോട്ട് പോകാനാ? ഞാനേ ഇന്നിവിടെ കുറച്ച് നേരം സാറിനൊപ്പം സംസാരിച്ചിരുന്നാലോ എന്ന് വിചാരിക്കുന്നത്. എനിക്ക് നല്ല ഉറക്കം വരുന്നു. ഇത്ര നേരത്തെയോ? അതെ, ഗാഥ ഇപ്പം ഇങ്ങോട്ട് വരും. ഗാഥാമ്മയുടെ ഇങ്ങോട്ട് വരുമെന്നോ? എന്തിന്? സാർ ഒറ്റക്കല്ലേ ഇറങ്ങുന്നത്? താനെന്താടോ ഇങ്ങനെ ഒന്നും അറിയാത്ത പോലെ? ഓ മനസ്സിലായി. ഇന്ന് നിങ്ങളുടെ രണ്ടുപേരുടെ ഫസ്റ്റ് നൈറ്റ് ആണല്ലോ, അതിൻ്റെ സന്തോഷത്തിലാണല്ലോ സാറ്. ഇത്രയും നാളും മനസ്സിലൊളിപ്പിച്ച് വെച്ചാൽ ഗാഥാമേടത്തിനോടുള്ള സ്നേഹമെല്ലാം ഇന്ന് പുറത്തെടുക്കുമോ? മാണിക്കുഞ്ഞ്, ചെറുനാക്കിയൊരു ലൈസൻസ് ഇല്ലേ? തടന്ന് പോകുന്നുണ്ടോ? ഞാൻ പോയേക്കാം. അല്ലെങ്കിൽ ഞാൻ ഇനി നിന്ന് നിങ്ങൾക്കിടയിൽ ഒരു കട്ടറും പാവുന്നില്ല. പിന്നെ സാറേ, ഇതിനു മുമ്പ് 2-3 തവണ ഞാനിവിടെ മണിയേറെ ഒരുക്കിയിട്ടുള്ളതാ. ഇനി എന്നെ കണ്ട് അങ്ങനെ ഒരുക്കിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാകരുത്. അപ്പോൾ സാറേ, ഓൾ ദി ബെസ്റ്റ്. അങ്ങനെ പറഞ്ഞ് മാണിക്കുഞ്ഞ് അവിടെ നിന്നും പോകുവാണ്ടോ. ഈ സമയം മാണിക്കുഞ്ഞ് പറഞ്ഞതൊക്കെ കേട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ് നവീൻ. പിന്നീട് കാണിക്കുന്നത് കൃഷ്ണ അവിടെ പുറത്ത് ടെൻഷനിൽ നിൽക്കുമായിരിക്കും. അന്നേരം നവീൻ അങ്ങോട്ടേക്ക് വരിക. എന്നിട്ട് പറയണേ, ഈ മാണിക്കുഞ്ഞുണ്ടല്ലോ, അയാളെ വല്ലാത്തൊരു ശല്യം തന്നെയാണ്. ഇപ്പോൾ വന്ന് എന്തൊക്കെയാണ് പറഞ്ഞതെന്നറിയോ? താനിന്ന് എൻ്റെ കൂടെ എൻ്റെ റൂമിലാണ് കിടക്കുന്നതെന്ന് പറഞ്ഞു. അതിനി അയാൾ എന്നെ കളിയാക്കാനായിട്ട് ബാക്കിയൊന്നുമില്ല. അല്ല, താനെന്തെങ്കിലും ഇവിടെ വന്നിരിക്കുന്നത്? അതെ, താനിന്ന് എൻ്റെ റൂമിലാണ് ഉറങ്ങുന്നത്. ഞാൻ തന്നെ കാത്തിരിക്കും. നമ്മുടെ ഒരുപാട് രാത്രികൾ നഷ്ടപ്പെട്ടതാണ്. അതിൻ്റെ എല്ലാ സ്വപ്നങ്ങളും നെയ്ത് കൂട്ടി ഞാനിന്നിരിക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് നവീൻ അവിടെ നിന്ന് പോകുവാണ് കേട്ടോ. അങ്ങനെ നവീൻ്റെ വാക്കുകളൊക്കെ കേട്ട് ടെൻഷനോട് കൂടി നിൽക്കുവാണ് കൃഷ്ണ. ഈശ്വര, ഞാൻ എന്ത് ചെയ്യും? എങ്ങനെ ഇവിടെ നിന്ന് പുറത്തു പോകുക എന്നും പറഞ്ഞ് ആലോചിച്ച് നിൽക്കുവാണ് കൃഷ്ണ. പിന്നീട് കാണിക്കുന്നത് ഗാഥയും
മോളിക്കുട്ടിയൊക്കെ ഒരു ഹോട്ടലിൽ വന്ന് റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. ഗാഥയാണെങ്കിൽ കട്ടിലേക്ക് ഒരു നല്ല ഉറക്കമായിരിക്കും. മോളിക്കുട്ടി അരികിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഈ സമയം മോളിക്കുട്ടി പറഞ്ഞതനുസരിച്ച് സിത്താരയും സിനിയും കൂടി ആ ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ടിലെത്തുവാണ് കേട്ടോ. ഇതാണ് അവർ പറഞ്ഞ റിസോർട്ടെന്ന് തോന്നുന്നു. എന്താണെങ്കിലും മോളിക്കുട്ടി ഒന്ന് വിളിക്കാം. അങ്ങനെ പറഞ്ഞ് മോളിക്കുട്ടിയുടെ ഫോണിലേക്ക് വിളിക്കുവാം. അതെ, ഞാൻ മോളിക്കുട്ടി പറഞ്ഞ റിസോർട്ടിൽ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ എവിടെയാണുള്ളത്? ഞങ്ങളിവിടെ 153 എന്ന് പറഞ്ഞ റൂമിലാണ്. ആണോ? ഗാഥ ഇപ്പോൾ എന്ത് ചെയ്യുക? ഗാഥ നല്ല ഉറക്കത്തിലാണ്. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത റൂമിലാണ് അനിയൻ സാറും ഉള്ളത്. തൽക്കാലം മേഡം ഇപ്പം ഇങ്ങോട്ട് വരണ്ട. അങ്ങനെ പറഞ്ഞാൽ എനിക്കെൻ്റെ മോളെ അങ്ങ് വിട്ട് കളയാൻ പറ്റുമോ? എന്താണെങ്കിലും ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. ശരി, ഞാൻ വിളിച്ചോളാം. അങ്ങനെ പറഞ്ഞ് സിത്താര ഫോൺ കട്ട് ചെയ്യുവാണ്. ഈ സമയം സിത്താര സിനിയോട് പറയണേ അവർ 153 എന്ന് പറഞ്ഞ റൂമിലാണ് ഉള്ളതെന്ന്. മോൾക്ക് നല്ല ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടാവും. എന്നാണെങ്കിലും ഫുഡൊക്കെ എടുത്ത് നന്നായി. പാലും ബാദാമും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. അതെല്ലാമായിട്ട് അവളുടെ അരികിലേക്ക് ചെല്ലാം. സിനി, ആ ബാദാം പഠിച്ചു വെച്ചത് അത് ഞാൻ ആ കുപ്പിയിൽ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതും ആ പാലും ഒന്നെടുത്ത്. അങ്ങനെ പറഞ്ഞ് സിത്താര കാറിന് പുറത്തേക്ക് ഇറങ്ങുവാണ് കേട്ടോ. ഈ സമയം മുകളിൽ നിൽക്കുന്ന ശ്രീനിവാസ് സിത്താരയെയും സിനിയെയും കാണുവാണ്. സിത്താരയല്ലേ ഇവിടെ? ഇവളെങ്ങനെ ഇവിടെ എത്തിയത്? കൃഷ്ണ എൻ്റെ തങ്കത്തിൻ്റെ മോളാണെന്നാണ് ഇവൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ഇനി അതിൻ്റെ പേരിൽ എന്തെങ്കിലും കടുങ്കയോ ചെയ്യാൻ വന്നതായിരിക്കുമോ? ഞങ്ങളെ പിന്തുടർന്നായിരിക്കുമോ അവൾ ഇവിടെ വരെ എത്തിയത് എന്ന് പറഞ്ഞ് ശ്രീനിവാസ് നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. അന്നേരം ശ്രീനിവാസ് നോക്കുമ്പോൾ കാണുന്നത് ഒരു ഫ്ലാസ്കിലെ കുപ്പീൻ്റെ ഉള്ളിലേക്ക് എന്തോ ഒരു പൊടി ചേർത്തുകൊണ്ടിരിക്കുന്ന സിത്താരയാണ് കേട്ടോ. സിത്താരയാണെങ്കിൽ ഈ സമയം പാലിലേക്ക് ബദാം മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. അങ്ങനെ അവർ അതുമായിട്ട് റിസോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുവാണ്. അങ്ങനെ ശ്രീനിവാസ് യൂസ് ചെയ്തിരുന്ന റൂമിൻ്റെ ഫ്രണ്ടിൽ കൂടിയാണ് കേട്ടോ അവർ പോകുന്നത്. ആ സമയം സിത്താര പറയുന്നുണ്ട് അവൾ വേണ്ടാന്നൊക്കെ പറയും, പക്ഷേ എങ്ങനെയെങ്കിലും നിർബന്ധിച്ചത് കുടിപ്പിച്ചേ പറ്റുള്ളൂ. അങ്ങനെ പറഞ്ഞുകൊണ്ടായിരിക്കും അവർ പോകുന്നത്. അങ്ങനെ അവരുടെ ഈ സംസാരമൊക്കെ കേൾക്കുന്നതും കൃഷ്ണനെ കൊല്ലാനായിട്ട് എന്തോ ഒരു വിഷം കലർത്തിയ സാധനവുമായിട്ടാണ് സിത്താര എത്തിയിരിക്കുന്നതെന്ന് ശ്രീനിവാസ് വിചാരിക്കുവാണ്. അങ്ങനെ ആ റൂമിൽ വന്ന് തട്ടാൻ പോകുമ്പോഴേക്കും ശ്രീനിവാസ് സിത്താരയെ തടയുവാണ്. എന്നിട്ട് കുറച്ചങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ചോദിക്കണേ, എന്താ നിൻ്റെ ഉദ്ദേശം? നീ എന്തിനാ എൻ്റെ മോളെ ഉപദ്രവിക്കാൻ വന്നത്? നീ എൻ്റെ മോളുടെ ജീവൻ എടുക്കാനായിട്ട് ഇതിലെന്തോ കലർത്തുന്നത് ഞാൻ കണ്ടതാണ്. അന്നേരം സിത്താരക്ക് ദേഷ്യം വരിക. അതെ, അവളെ പിന്നെ ഞാൻ വെറുതെ വിടണോ? നിങ്ങളും ആ ശാന്തിയും കൂടി ചേർന്ന് എന്നെ ചതിച്ചതിൻ്റെ ഫലമല്ലേ അവൾ. അങ്ങനെയുള്ള അവളോട് എനിക്കങ്ങനെ ക്ഷമിക്കാൻ പറ്റുമോ? അവൾക്ക് വേണ്ടിയല്ലേ നിങ്ങൾ എൻ്റെ മോളെ കൊന്നത്? ഞാൻ നിൻ്റെ മോളെ കൊന്നോ? നീ അന്ന് പ്രസവിച്ച നിൻ്റെ മോള് തന്നെയാണ് ഇപ്പോൾ ആ റൂമിലുള്ളത്. അന്നേരം സിത്താര പറയണേ, നിങ്ങൾ ഈ കള്ളം പറഞ്ഞുകൊണ്ട് ഒരുത്തിയിൽ വീട്ടിലേക്ക് വിട്ടല്ലോ ശാന്തി. ഇതിനുള്ള മറുപടി അവൾക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതെ, നീ കൂടുതൽ വർത്താനമൊന്നും പറയണ്ട. ഞാൻ ജയിലായ തക്കത്തിന് നീ മറ്റൊരുത്തിന് വിവാഹം കഴിച്ച് അവൻ്റെ കുഞ്ഞിനെ പ്രസവിച്ചല്ലേ? അതെ, പ്രസവിച്ചു. അതിനെന്താ കുഴപ്പം? അതെ, നിങ്ങൾ എന്നോട് ചെയ്ത് ചതിക്കൊള്ള എൻ്റെ പ്രതികാരമായിരുന്നു. നിന്നോടെ ഞാൻ എത്ര പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നീ അതൊന്നും മനസ്സിലാക്കില്ല. പക്ഷേ എൻ്റെ മോളെ ഉപദ്രവിക്കാൻ നീ ഇനി വന്നാലുണ്ടല്ലോ, അത് ചുമ്മാ കൈയും കിട്ടി നോക്കി നിൽക്കാനേ ഈ ശ്രീനിവാസനാവില്ല. ഇനി എനിക്ക് ലോകത്ത് ബാക്കിയായിട്ട് എൻ്റെ മോള് മാത്രമേ ഉള്ളൂ. അവളുടെ നേരെ സിതാരെ നിൻ്റെ ഒരു നിഴൽവട്ടം പോലും വീഴാൻ ഞാൻ സമ്മതിക്കില്ല. എൻ്റെ മോളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ, നിൻ്റെ കൂടെയുള്ള നിൻ്റെ മോളെ ഉണ്ടല്ലോ മറ്റൊരുത്തിൽ നീ പ്രസവിച്ച ആ പെണ്ണ്, അവളെ ഞാൻ ഇല്ലാതാക്കി കളയും. അവളെയും കൊല്ലും, നിന്നെയും കൊല്ലും ഞാൻ. മര്യാദക്ക് നീ ഇവിടുന്ന് പോകുന്നുണ്ടോ എന്ന് പറഞ്ഞ് അവർ പ്രശ്നം ഉണ്ടാക്കുവാണ്. ഈ സമയം അകത്ത് നിന്ന മോളിക്കുട്ടി ഇവർ തമ്മിലുള്ള ഈ വഴക്കൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. ഗാഥയാണെങ്കിൽ നല്ല മയക്കത്തിലായിരിക്കും. അന്നേരം സിനി സിത്താരനെ മാറ്റി നിർത്തുവാണ്. മാഡം, തൽക്കാലം നമ്മൾ ഒരു ബഹളത്തിന് നിൽക്കണ്ട. അകത്ത് ഗാഥ മേഡം ഒക്കെ ഉള്ളതാണ്. ബഹളം കേട്ട് ഗാഥ മേഡം ഇറങ്ങി വന്നാലോ? ശ്രീനിവാസാണ് തൻ്റെ അച്ഛനെന്ന് മാഡം തിരിച്ചറിയില്ലേ? അങ്ങനെ സിനിയുടെ വാക്കുകളൊക്കെ കേട്ട് കൂടുതൽ പ്രശ്നത്തിന് നിൽക്കാതെ സിത്താര താഴത്തേക്ക് ഇറങ്ങുവാണ്. എന്നിട്ട് തിരിച്ച് കാറിൽ വന്ന് വെയിറ്റ് ചെയ്യുവാണ് കേട്ടോ. ഈ സമയം സിത്താര വീണ്ടും മോളിക്കുട്ടീനെ വിളിക്കുവാണ്. അതെ, ഞാൻ നിങ്ങളുടെ റൂമിൻ്റെ ഇടവരെ എത്തിയതാണ്. മനസ്സിലായി മാഡം. നിങ്ങൾ പുറത്തുനിന്ന് സംസാരിച്ചതും വഴക്കിട്ടതൊക്കെ ഞാൻ കേട്ടിരുന്നു. അല്ല, ഗാഥ കേട്ടിരുന്നോ? ഇല്ല, ഗാഥ നല്ല മയക്കത്തിലാണ്. തൽക്കാലം മാഡം ഇനി ഇങ്ങോട്ട് വരണ്ട. അത് കൂടുതൽ പ്രശ്നങ്ങൾക്ക് വരണോകും. മാഡം തിരിച്ചു വെക്കോ. ഗാഥയോടൊപ്പം ഞാനുണ്ടല്ലോ. അധികം വൈകാതെ തന്നെ കൃഷ്ണ ഇങ്ങോട്ടേക്ക് വരും. കൃഷ്ണയെ പോലെ തന്നെ മാഡത്തിന് എന്നെ വിശ്വസിക്കാം. ഗാഥയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ശരി മോളിക്കുട്ടി. മോളിക്കുട്ടിയുടെ വാക്കുകൾ എനിക്ക് വിശ്വാസമാണ്. തൽക്കാലം ഞാൻ പോക്കോളാം. പക്ഷേ കൃഷ്ണ എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നിരിക്കണം. അവൾ തിരിച്ചു വന്ന് സേഫായിട്ട് എൻ്റെ മോള് കളരിക്കൽ തിരിച്ചെത്തിയണം. എന്നാലേ എനിക്ക് സമാധാനമാകുള്ളൂ. മാഡം ധൈര്യമായിട്ടിരിക്കുക. കൃഷ്ണ അധികം വൈകാതെ തന്നെ എത്തും. അതിനുള്ള വഴി അവൾ കണ്ടെത്തിക്കോളും. അവൾ മാഡത്തിന് എന്ന വാക്ക് പാലിച്ചിരിക്കും. അങ്ങനെ പറഞ്ഞ് മോളിക്കുട്ടി ഫോൺ കട്ട് ചെയ്യുവാണ് കേട്ടോ. ഈ സമയം സിനിയോട് സിതാര തിരിച്ചു പോകാമെന്ന് പറയുവാണ്. പിന്നീട് കാണിക്കുന്നത് കൃഷ്ണ തങ്കത്തിനെ ഫോണിൽ വിളിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം തങ്കത്തിനോട് പറയണേ. അത് കേട്ട് ഞെട്ടലോട് കൂടി നിൽക്കുക തങ്കം. ഈശ്വര, എന്തൊക്കെ ഞാനീ കേൾക്കുന്നത്? അതെ അമ്മേ, ഇവിടെ ഓരോ ആചാരങ്ങൾ നടക്കുമ്പോഴും ദൈവമായിട്ട് എന്നെ ഇവിടെ എത്തിച്ചുകൊണ്ടിരിക്കുക. അത് പിന്നെ എങ്ങനെയാണല്ലോ, അങ്ങനെ തന്നെയല്ലേ വേണ്ടത്. നാഗദൈവങ്ങളല്ലേ നിങ്ങൾ ഒന്നിപ്പിച്ചതും ഒന്നിക്കേണ്ടത് നിങ്ങൾ തന്നെയാണെന്നുള്ള ബോധം ദൈവത്തിനുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അമ്മേ,
ഇന്നത്തെ രാത്രി ഞാൻ നവീൻ്റെ റൂമിലാണ് കിടക്കേണ്ടത്. ഇവിടുത്തെ ആചാരപ്രകാരം അങ്ങനെയാണല്ലോ. ആലോചിച്ചിട്ട് എനിക്ക് വല്ലാത്ത പേടിയാവുന്നു. മോളെ, നീ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പുറത്തിറങ്ങാൻ നോക്ക്. അതിന് തന്നെയാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ ഗാഥയുടെ അരികിലേക്ക് ചെല്ലണം. എന്നിട്ട് ഗാഥ ഇവിടെ തിരിച്ചെത്തിക്കണം. അങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോഴായിരിക്കോട്ടോ സുമിത്ര അങ്ങോട്ടേക്ക് വരുന്നത് കൃഷ്ണ കാണുന്നത്. എന്നാമേ ഞാൻ പിന്നെ വിളിക്കാം. അങ്ങനെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുവാം. ആ മോളെ, ആരോടെ സംസാരിച്ചുകൊണ്ടിരുന്ന? മമ്മിയോടാണോ? ആ അതെ. ആ എന്താണെങ്കിലും സമയമില്ലേ? മോള് വാ, നവീനോടെ റൂമിൽ കാത്തിരിക്കുക. അങ്ങനെ പറഞ്ഞ് കൃഷ്ണനെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുവാണ്. എന്താ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കണേ? അകത്തേക്ക് കയറ്. ഈ സമയം നവീനും അങ്ങോട്ടേക്ക് വരിക. ആ ദേ, ഞാൻ മോളെ കൂട്ടിക്കൊണ്ട് വന്നിട്ടോ. നോക്കി നിൽക്കാതെ മോളെ അകത്തേക്ക് കയറ്റടാ. എന്നാൽ ശരി മോളെ, ഞാൻ ചെല്ലുവാണേ. അങ്ങനെ പറഞ്ഞ് സുമിത്ര അവിടെ നിന്നും പോകുവാണ്. ഈ സമയം ഗാഥ ഇങ്ങനെ മടിച്ചു നിൽക്കുക. അത് കാണുമ്പോൾ നവീൻ ചോദിക്കണേ, എന്തു പറ്റി? എന്താണ് ഇങ്ങനെ മടിച്ചു നിൽക്കുന്നത്? പഴയ കാര്യങ്ങളെല്ലാം മറന്നേക്ക്, തനിങ്ങുവാ. അങ്ങനെ പറഞ്ഞ് കൃഷ്ണയുടെ കയ്യിൽ പിടിച്ച് നവീൻ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുവാണ്. അങ്ങനെ റൂമിലെത്തിയതും കൃഷ്ണനെ പ്രണയത്തോട് ചേർത്ത് പിടിക്കുവാണ്ടോ നവീൻ. അങ്ങനെ തോളി പിടിച്ച് തൻ്റെ അരികിൽ തന്നെ ഇരുത്തുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും പ്രണയപൂർവ്വം ആദ്യ രാത്രി ആഘോഷിക്കുകയാണ്ടോ. ഈ സമയം പെട്ടെന്ന് തന്നെ സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേക്കുവാണ് ഗാഥ. ഇല്ല, നടക്കില്ല, എൻ്റെ നവീനെ സ്വന്തമൊക്കെ സമ്മതിക്കില്ലടി എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കി സംസാരിക്കുവാണ്. ഈ സമയം മോളിക്കുട്ടി എഴുന്നേൽക്കുന്നുണ്ട്. എന്താണ് ഇങ്ങനെ ഇവിടെ നിശ്ചയുണ്ടാക്കുന്നത്? അന്നേരം ഗാഥ പറയണേ, നിൻ്റെയൊക്കെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അവളെ എൻ്റെ നവീൻ്റെ റൂമിൽ കയറിയിരിക്കുവാണ് നവീൻ്റെ ഒപ്പം ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാൻ. അതിന് ഞാൻ സമ്മതിക്കില്ല. അതിനു വേണ്ടിയാണല്ലോ അവൾ ഇങ്ങനൊരു അവസരം ഉണ്ടാക്കി ഇന്ന് തന്നെ അവിടെ നുഴഞ്ഞു കയറാൻ ശ്രമിച്ചതും. പിന്നെ ഇതൊക്കെ നിൻ്റെ സ്വപ്നോടി, നീ ഇപ്പോൾ സ്വപ്നം കണ്ടെഴുന്നേറ്റതാണ്. അല്ലെങ്കിൽ തന്നെ അവരിപ്പോൾ ഫസ്റ്റ് നൈറ്റ് ആഘോഷിച്ചാൽ നിനക്കെന്താ കുഴപ്പം? നവീൻ തലയിട്ടത് കൃഷ്ണയുടെ കഴുത്തിലല്ലേ? ദേ, നീ എന്താടി പറഞ്ഞത് എന്നും പറഞ്ഞ് മോളിക്കുട്ടീനെ തല്ലാനായിട്ട് കയ്യോങ്ങുവാണ് കേട്ടോ. എന്നാൽ മോളിക്കുട്ടി ഒരു കൂസലും ഇല്ലാതിരിക്കുവാണ്. അന്നേരം ഗാഥ കൈ താഴ്ത്തുവാണ്. അപ്പോൾ ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നത് കൃഷ്ണയാണെങ്കിൽ നവീൻ്റെ റൂമിൽ കയറാതെ എങ്ങനെ സമയം തള്ളി നീക്കുമെന്ന് പറഞ്ഞ് ആലോചിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുവാണ് കേട്ടോ. ഇതേ സമയമാണ് അവിടെ വിഷുവിൻ്റെ പായസമൊക്കെ തയ്യാറാക്കി എല്ലാവർക്കുമുള്ള പായസം കപ്പിലേക്ക് ഒഴിച്ചു വെക്കുന്നത്. അങ്ങനെ പായസം എല്ലാവരും ഇപ്പം തന്നെ കുടിക്കണം എന്ന് മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് പായസമൊക്കെ ഗ്ലാസ്സിലേക്ക് പകർത്തി വെച്ചിരിക്കുവാണ് അവിടെ. ഈ സമയം എല്ലാവരും പോയതൊക്കത്തിന് ഗാഥക്കിട്ടൊരു പണി കൊടുക്കാനായിട്ട് ഗാഥക്ക് കുടിക്കാനുള്ള പായസത്തിൽ എന്തോ ഒരു പൊടി നിർമ്മല കലക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം അതുവഴി പോകുന്ന കൃഷ്ണയാണെങ്കിൽ ഈ കാഴ്ച കാണുവാണ്. അങ്ങനെ നിർമ്മല പണി ഒപ്പിക്കുന്നത് കൊണ്ട് ആ പണി നിർമ്മല കിട്ടുവാനെ തിരിച്ചു കൊടുക്കാനായിട്ട് തീരുമാനിക്കുവാണ് കേട്ടോ കൃഷ്ണ. അപ്പോൾ ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്